ശ്രീരാമേന്ദ്രൻ രാമരാജ്യം ഉണ്ടാക്കി. എന്താണ് ഈ രാമരാജ്യം? മന്ത്രിസഭ കഴിഞ്ഞപ്പോൾ രാജാവ് ചോദിച്ചു, മന്ത്രിമാർ ചോദിച്ചു, എന്താ ചെയ്യേണ്ടി? ഓരോന്ന് കരം കൂട്ടണം. അതെന്താ? അത് അപ്പുറത്തെ രാജ്യത്തെ കരം വളരെ കൂടുതലാണ്, നമ്മൾ കുറവാ. ശ്രീരാമൻ ചോദിച്ചു, ഞങ്ങൾ ജനങ്ങളോട് ചോദിക്കട്ടെ. ശ്രീരാമൻ റോഡിലിറങ്ങി ജനോട് ചോദിച്ചു, ഇവിടെ കരം വളരെ കുറവല്ലേ? ജനങ്ങൾ പറഞ്ഞു, പൊന്നു രാജാവേ, അങ്ങയുടെ അപ്പൻ ദശരഥൻ ദേവാസുര യുദ്ധം നടത്തി രാജ്യം മുഴുവൻ കടം കയറി മുടിഞ്ഞ് ഞങ്ങൾക്ക് കൃഷി ചെയ്തിട്ട് കരമടച്ചിട്ട് ഒന്നും കിട്ടുകയില്ല. ഞങ്ങൾ കൃഷി ചെയ്തതായിട്ട് കുറെ വർഷമായി. ഞങ്ങളുടെ കൃഷിഭൂമിയൊക്കെ പാറയായി കിടക്കുകയാണ്, പാറയായിട്ട്. ശ്രീരാമൻ ആലോചിച്ചു, കരം കൂട്ടണമെന്ന് മന്ത്രിമാർ, കരം കുറക്കണമെന്ന് ജനങ്ങൾ. അതിനിടയിൽ കൂടെ ശ്രീരാമൻ എക്കണോമിക്സിലെ വലിയൊരു തത്വം പഠിപ്പിച്ചു, ഗോൾഡൻ മീൻ ഓഫ് ടാക്സേഷൻ. മാക്സിമം രാജാവിന് എത്ര ടാക്സ് ഈടാക്കാം? ശ്രീരാമൻ പറഞ്ഞു, 20% ഈസ് ടാക്സ്. നിങ്ങൾ കൃഷി ചെയ്ത് 100 പറ നെല്ലുണ്ടായാൽ 20 പറ നെല്ല് രാഷ്ട്രത്തിന് കൊടുക്കണം, 80 പറ നെല്ല് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ച് 200 പറ നെല്ലുണ്ടാക്കി, നിങ്ങൾ 40 പറ നെല്ല് രാജ്യത്തിന് കൊടുക്കണം, 160 പറ നിങ്ങൾക്ക് എടുക്കാം. 20% ടാക്സ് ആയപ്പോൾ ജനങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അയോധ്യ സമ്പൽ സമൃദ്ധമായി, അയോധ്യ സസ്യശ്യാമളമായി ഉണ്ടായി. ഇതാണ് സംഭവിച്ചത്.